മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി കാൽവരി മലയുടെ സ്മരണയുമാ ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി കാൽവരി മലയുടെ സ്മരണയുമാ ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാചരിച്ചുകൊണ്ട് നാം ഇന്ന് ഇതിന് ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഏറ്റവും പൂർണ്ണമായി നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഇതിന് ബലി നമുക്ക് പങ്കെടുക്കാം. ഇന്നത്തെ ദിവ്യബലിയിൽ നാം പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുഹൃദയത്തോട് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുനത്ത് നിജോയുടെ നിയോഗത്തെയും പണിക്കശ്ശേരി ചീക്കുവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി കാരിക്കശ്ശേരി മേരി റാഫേൽ എന്നിവരുടെ ആത്മശാന്തിക്കുമായ ഇവരെയും നമുക്ക് ഈ ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഹോദരനെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും പ്രേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിന്റെ വിസ്മയനീയമായ നിമിഷങ്ങൾ അനുസ്മരിക്കുന്ന ഞങ്ങൾ ആ സ്വർഗീയ നീരുറവയിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന കൃപ സ്വീകരിക്കുവാൻ അർഹരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണ്ടത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ക്രിസ്തുവിന്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. നിങ്ങളോ ഏതെങ്കിലും ന്യായാസനമോ എന്നെ വിചാരണ ചെയ്യുന്നതെങ്കിൽ അത് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാനും എന്നെ വിധിക്കുന്നില്ല. ഞാൻ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യമില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതിവൽക്കരിക്കപ്പെട്ടുവെന്ന് അർത്ഥമില്ല. എന്നെ വിധിക്കുന്നവൻ കർത്താവാണ്. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്. കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുകയും അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. കർത്താവിന്റെ വചനം. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക. അവിടെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. നിന്റെ ജീവിതം കർത്താവിന് വരവേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. അവിടെ നിന്ന് നോക്കിക്കൊള്ളും. അവിടെ നിന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും. മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക. എന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും. കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു. അവിടുന്ന് തന്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല. നീതിമാന്മാർ നീക്കും പരിപാലിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടെ നിന്നാണ്. കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അവരെ ദുഷ്ടരിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു: ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ നിഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് നിയമജ്ഞരും ഫരിസേയരും യേശുവിനോട് പറഞ്ഞു: യോഹന്നാന്റെ ശിഷ്യർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫരിസേയരുടെ ശിഷ്യരും അങ്ങനെ തന്നെ. എന്നാൽ നിന്റെ ശിഷ്യർ തിന്നുകുടിച്ച് നടക്കുന്നു. യേശു അവരോട് പറഞ്ഞു: മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴരെ കൊണ്ട് ഉപവസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും. അപ്പോൾ അവർ ഉപവസിക്കും. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു: ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കേണ്ടത്. പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല. പഴയതാണ് മെച്ചം എന്നല്ലേ പറയുന്നത്. കർത്താവിന്റെ സുവിശേഷം. ജ്ഞാനം എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ. ദേഹങ്ങളും ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. ജ്ഞാനം എനിക്കുള്ളതെല്ലാം നിന്റെ
ദിവ്യഹിതം നിറവേറ്റി ഭൂവിലങ്ങേ മഹത്വം വളർത്താം. ദിവ്യഹിതം നിറവേറ്റി ഭൂവിലങ്ങേ മഹത്വം വളർത്താം. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മർദ്ദത്തിന്റെ സ്വഭാവങ്ങളുടെ നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിന് അവാച്യമായ സ്നേഹം കടാക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരവും ആയിത്തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണം. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവേ, അങ്ങ് ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അങ്ങ് ഉചിതവും ന്യായവുമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കുരിശിൽ ഉയർത്തപ്പെട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി വിസ്മയനീയമായ സ്നേഹത്താൽ തന്നെ തന്നെ നൽകുകയും സഭയുടെ കൂദാശകൾ ഉൾഗളിക്കുന്നു കുത്തി തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് ചോരയും നീരും ചൊരിയുകയും ചെയ്തു. അങ്ങനെ രക്ഷകന്റെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു രക്ഷയുടെ ആ നിരൂപയിൽ നിന്ന് എല്ലാവരും സന്തോഷപൂർവ്വം നിരന്തരം പാനം ചെയ്യുന്നവരും ആകയാൽ എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും കൂടെ അവിരാമം ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിച്ച് പാടി സ്തുതിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗ്ഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുവെള്ളം പോലെ ഈ കാഴ്ചകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്നു എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ
ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണം. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയിലാണ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ എല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊക്കെ നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിന് പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ചലിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
ഈശോ ഇന്ന് വാടാനെത്തും നേരം മനസ്സൊരുവൻ ഉരുകി തെളിയും നാഥനെ വരവേൽക്കാനാ മനസ്സൊരുവൻ ഉരുകി തെളിയും നാഥനെ വരവേൽക്കാനാ വാവാ എന്റെ ഈശോയെ വാവാ എന്റെ ഈശോയെ എന്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ സ്നേഹമേ മോക്ഷമേ ഭാഗ്യമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തിന്റെ ഈ കൂദാശ ഞങ്ങളെ ദിവ്യ സ്നേഹത്താൽ തീക്ഷ്ണതയുള്ളവരാകട്ടെ. അതുവഴി അങ്ങേ പുത്രനിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ടു സഹോദരങ്ങളിൽ അവിടുത്തെ ദർശിക്കാൻ വേണ്ട അറിവ് ഞങ്ങൾ സമ്പാദിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. നിറയും സ്നേഹത്താൽ കുരിശിലേറി മരണം മർത്യർക്കായി മരിച്ചവനെ എരിയും സ്നേഹത്താൽ ഹൃദയസൂരൻ കുരിശിൽ മക്കൾക്കായി തുറന്നവനെ കരയും മാനവർക്കാശ്വാസമായി തളരും മാനവർക്കഭയവുമായി ഇരുളിൽ മേവുന്നോർക്കൊളി വിതറും കരുണാമയനവൻ തിരുഹൃദയം വരുവിൻ ഭാരങ്ങൾ വഹിപ്പവരെ വരുവിൻ ക്ലേശങ്ങൾ സഹിപ്പവരെ വരുവിൻ ആമയ പീഡിതരെ അരുളാമഭയം ജ്ഞാനവരദം സകജനാജീവനെ ഭോവിപ്പതിൽ കവിയുന്ന സ്നേഹമാർക്കുള്ളു പാരിൽ കരളിൽ വേദന തിങ്ങുമ്പോഴും ഹൃദയം തുറന്നു താൻ സ്വീകരിക്കൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ച് രക്ഷ നൽകുവാനായി സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ രക്ഷിക്കുകയും തന്റെ ദിവ്യ ഹൃദയത്തിലെ ആനന്ദ നിക്ഷേപങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരികയും ചെയ്ത പുത്രനായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ പരിപാലിക്കുകയും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളോടുള്ള അഗാധമായ സ്നേഹത്താൽ അങ്ങേ പ്രിയപുത്രന്റെ തിരുഹൃദയം നിരന്തരം തുടിക്കുന്നവല്ലോ. ആ ദിവ്യഹൃദയത്തിൽ നിക്ഷിപ്തമായ സ്നേഹസമ്പത്ത് കാരുണ്യപൂർവ്വം ഞങ്ങളിൽ ചൊരിയുവാനും അങ്ങ് തിരുമനസ്സായല്ലോ. ആ തിരുഹൃദയത്തെ ഭക്ത്യാദരപൂർവ്വം വണങ്ങുന്ന ഞങ്ങൾ രക്ഷാകര ഫലങ്ങൾ എന്നും അനുഭവിക്കുവാൻ അനുഗ്രഹമരണമേ നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നവനാൾ പ്രാർത്ഥന. മനുഷ്യവർഗത്തിന്റെ നേരെ കൃപയും അനുഗ്രഹവും ചൊരിയുന്ന ഈശോയുടെ അത്ഭുത ഹൃദയം അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സകല നന്മകൾക്കും നന്ദി പറയുന്നു.
ആവശ്യങ്ങളിൽ സഹായിക്കുവാനും ആപത്തുകളിൽ സംരക്ഷിക്കുവാനും ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കുവാനുമായി അങ്ങേ ഹൃദയത്തിന്റെ എരിയുന്ന ആഗ്രഹത്താൽ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, കണ്ടെത്തും. മുട്ടുവിൻ, തുറക്കപ്പെടും എന്നരുൾ ചെയ്യുവാൻ അങ്ങ് തിരുമനസ്സായ ഭാഗ്യവതിയായ മർഗരീത്ത മറിയത്തോട് അങ്ങ് വെളിപ്പെടുത്തിയ വാഗ്ദാനങ്ങൾ വഴിയായി ഞങ്ങളുടെ സകല ആവശ്യങ്ങളിലും കൃപാസാഗരമായ ഉറപ്പുള്ള ആശ്രയവും പറ്റാത്ത സങ്കേതവുമായി വാഴുന്നുവല്ലോ. ആകയാൽ അനുഗ്രഹങ്ങളുടെയും സ്നേഹത്തിന്റെയും അമൂല്യനിധിയായ അങ്ങേ ഹൃദയത്തിൽ എൻ്റെ അപേക്ഷകൾ ഞാൻ സമർപ്പിക്കുന്നു. ഈ ഒരു നിമിഷം നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനകളും ഈശോയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാം. നമ്മളോട് പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ ദിവ്യഹൃദയത്തിലേക്ക് അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദിവ്യഹൃദയമേ, കനിവാർന്ന് എന്നെ ശ്രമിക്കണം. എനിക്കായി അങ്ങേ ദിവ്യഹൃദയം തുറക്കണം. സഖ്യബൂസിന്റെ ഭവനത്തിൽ അങ്ങ് വർഷിച്ച രക്ഷയുടെ ദാനത്തിൽ കാനായിലെ അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്തിലും ഞങ്ങളെയും അവകാശികളാകണം. ജീവിതകാലത്ത് അങ്ങ് പ്രവേശിച്ച ഭവനങ്ങളിലെയും അങ്ങേ തൃപ്പാദത്തിലെത്തിയ പാപികളിലും ദൈവദാനങ്ങൾ ധാരാളമായി വർഷിച്ചതുപോലെ പൂർണ്ണമായി അങ്ങേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ സമൂഹത്തിൽ അങ്ങേ വത്സല മക്കളായ ഞങ്ങൾ ഓരോരുത്തരിലും കനിവുണ്ടായി ഞങ്ങൾ യാചിക്കുന്ന നന്മകൾ കൽപ്പിച്ചു തരണമേ. അങ്ങേ വത്സല മാതാവിന്റെ വിമല ഹൃദയം വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, തിരുഹൃദയത്തിന്റെ ചാരേ ഉരുകുന്ന മനസ്സുകളോടെ നിറയുന്ന മിഴികളുമായി നിൽക്കുന്നു നിമ്മക്കൾ ഞങ്ങൾ. മോക്ഷകവാടം തുറക്കും രക്ഷകരാമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്ക് കൃപ നൽകിടേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭൂമിയിൽ നാം കേൾക്കുന്നതിൽ വച്ച് ഏറ്റവും മനോഹരമായ ഒരു വാചകം ഞാൻ നിന്നെ സ്നേഹിക്കുന്നതാണ്. ആരൊക്കെ സ്നേഹിക്കുന്നില്ലെങ്കിലും നമ്മെ സ്നേഹിക്കുന്നതിന് വേണ്ടി അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്നവനാണ് ഈശോനാഥൻ. ഈശോനാഥൻ ഇന്ന് നമ്മെ നോക്കി പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ സന്താപങ്ങളും എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതാണ്. ഭൂമിയിൽ ആരൊക്കെ നമ്മളെ കേൾക്കാൻ മറക്കുമ്പോഴും ഇവിടെ നല്ലവനായ ദൈവം ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ സന്നിധിനായിക്കൊണ്ട് പറയുന്നു, നിന്നെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. നിന്റെ സങ്കടങ്ങളിൽ ഒന്നാകാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ സന്തോഷങ്ങളിൽ നിന്നോടൊപ്പം ചിരിക്കാനും ആനന്ദിക്കാനും ഞാൻ നിന്റെ കൂടെയുണ്ട്. നമ്മോടൊപ്പമായിരിക്കാൻ, നമ്മെ സ്നേഹിക്കുന്നതിന് വേണ്ടി, നമ്മളെ പോലെ തന്നെ നമ്മോടൊപ്പം നടക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന നല്ലവനായ ഈശോയുടെ മുൻപിൽ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഏറ്റവും സന്തോഷത്തോടുകൂടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ആയിരിക്കാം. ക്രിസ്തുനാഥൻ ഈ ഭൂമിയിൽ വച്ച് ചെയ്ത ആദ്യത്തെ അത്ഭുതമെന്ന് യോഹന്നാന്റെ സുവിശേഷം രേഖപ്പെടുത്തുന്നത് കാനായിലെ കല്യാണ വിരുന്നാണ്. ആ സംഭവം നമുക്കൊന്ന് ഓർക്കാം. എന്തിനായിരുന്നു അവിടെ കൽഭരണികൾ? യഹൂദ പാരമ്പര്യമനുസരിച്ച് ശുദ്ധീകരണത്തിൻ്റെ ജലം നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു കൽഭരണികൾ. എന്നാൽ ശുദ്ധീകരണത്തിൻ്റെ ജലം നിറയ്ക്കുന്ന കൽഭരണികളിൽ യേശു സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വീഞ്ഞ് നിറയ്ക്കുന്നത് നാം കാണുന്നുണ്ട്. ആചാരങ്ങളുടെയും ശുദ്ധിയുടെയും മാത്രമായിരുന്ന, കാർക്കശങ്ങളുടേത് മാത്രമായിരുന്ന കൽഭരണികളിലെ വെള്ളത്തിനെ ഈശോനാഥൻ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വീഞ്ഞാക്കി മാറ്റുന്നുണ്ട്. ഈ ലോക ജീവിതത്തിൽ കാഴ്ചപ്പാടുകളെ മാറ്റുന്നതിന് വേണ്ടി, ജീവിതമല്ലാതെ പിരിമുറുക്കപ്പെടുമ്പോഴേക്കും ആനന്ദത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഈശോ ഇന്ന് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകളെ ആനന്ദദായകമാക്കി മാറ്റാൻ ഈശോ നമ്മെ ഇന്ന് വിളിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ദരിദ്രനായി ജനിച്ച്, ദരിദ്രനായി ജീവിച്ച്, ദരിദ്രനായി മരിച്ചവനാണ് ഈശോനാഥൻ. എന്നാൽ അവൻ ഈ ലോകത്തെ നോക്കി പറയുന്നു, എങ്ങനെയാണ് ദൈവത്തിൽ ആനന്ദിക്കേണ്ടത്, എങ്ങനെയാണ് ഇല്ലായ്മകളിൽ ആനന്ദം കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് സഹനങ്ങളിൽ രക്ഷാകരമായ ജീവിതമായി മാറേണ്ടതെന്ന്. ഈശോനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറയുന്നത് പോലെ വീഞ്ഞിന് മാറ്റം വരുമ്പോൾ തോൽക്കുടങ്ങൾക്കും മാറ്റം വരണം. വസ്ത്രം പുതിയതാകുമ്പോൾ അത് പഴയതിനോട് ചേർത്ത് തിന്നരുത്. നമ്മുടെ കാഴ്ചപ്പാടുകളും ഈ കാലഘട്ടത്തിൽ മാറ്റേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് ഈശോനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെയും ഒന്ന് ധ്യാനിക്കാം. ഒരുപാട് അലച്ചിലുകളുണ്ട്, ഒരുപാട് ദാരിദ്ര്യത്തിൻ്റെ നിമിഷങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. അപ്പോഴും ദൈവത്തിൽ ആനന്ദിക്കാൻ നമുക്കാകുന്നുണ്ടോ എന്നതാണ് ഈശോ നമ്മോട് ചോദിക്കുക. ഈ മനുഷ്യനെ നോക്കുക, ഒരുപാട് കഷ്ടതകളിലൂടെ വളർന്നു വന്ന ഒരു ദൈവം. ഈ മനുഷ്യൻ ഒരു പുൽക്കുടിലാണ് ജനിച്ചു വീഴുക. അവിടെ നിന്ന് ഈജിപ്തിലേക്കും അവിടെ നിന്ന് നസറത്തിലേക്ക് ഒരുപാട് തവണ പലായനം ചെയ്യുന്നു. മരണത്തിൻ്റെ വക്കോളം എത്തുന്നു. 30 വയസ്സോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നു. പിന്നീട് ഒരു പരദേശിയെ പോലെ നാട് മുഴുവനും ചുറ്റു സഞ്ചരിച്ച് ആരൊക്കെയോ കൊടുക്കുന്ന അപ്പം തിന്നുകൊണ്ട് അനുദിനം ജീവിക്കുന്ന, എന്നാൽ ഏതു നിമിഷവും കൊല്ലപ്പെടാൻ സാധ്യതയുള്ളവനായി കഴിയുന്ന ഒരു മനുഷ്യൻ. അപ്പോഴും ഈ ദൈവം, ഈശോ എന്ന ഈ മനുഷ്യൻ, ഈശോ എന്ന രക്ഷകൻ
അവൻ്റെ ആനന്ദത്തിന് ഒട്ടും കുറവ് വരുന്നില്ല. കാരണം അവൻ്റെ പ്രത്യാശയും അവൻ്റെ അടുപ്പവും അവൻ്റെ ദൈവത്തിലായിരുന്നു. രാത്രിയുടെ നീണ്ട യാമങ്ങളിലും രാവിലെ ഏകാന്തതകളിലുമൊക്കെ അവൻ അവൻ്റെ ദൈവത്തോട് ചേർന്നിരുന്നവനായിരുന്നു. അങ്ങനെ ഏതൊക്കെ കഷ്ടതകളിലും സന്തോഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കും ആലോചിക്കാം, നമ്മുടെ കഷ്ടതകൾക്ക് നടുവിൽ സന്തോഷിക്കാൻ നമുക്കാകുന്നുണ്ടോ? ഒരുപാട് ഒറ്റപ്പെട്ടു പോകുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സന്തോഷിക്കാൻ നമുക്കാകുന്നുണ്ടോ? ഈ നിമിഷം നമ്മുടെ ജീവിതങ്ങളെ നല്ലവനായ, മനസ്സിലാക്കാൻ കഴിയുന്നവനായ ഈ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ അലച്ചിലുകളെ, നമ്മുടെ ദുഃഖങ്ങളെ, നമ്മുടെ ഒറ്റപ്പെടലുകളെ എല്ലാം ഈശോയ്ക്ക് മുൻപിൽ നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. ഈശോ നമ്മെ നോക്കി പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈശോ നമ്മെ നോക്കി പറയുന്നുണ്ട്, നിന്നെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അല്പനേരം മൗനമായി ഈശോയുടെ മുൻപിൽ നമുക്ക് പറയാനുള്ളതെല്ലാം നമുക്ക് ഹൃദയം തുറന്ന് പറയാം. ആരാധന ഗീതം നമുക്ക് ആരംഭിക്കാം. ദൈവമേ, നിന്റെ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിന്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളണേ. ദൈവമേ, നിന്റെ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിന്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളണേ. ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനും കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകളാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്നുള്ളത്. ഇന്ന് ഈശോ നമ്മെ നോക്കി പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ് തന്നെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത്. ഈശോ നമ്മെ നോക്കി പറയുന്നു, നിന്നെ കേൾക്കാൻ ഞാനുണ്ട്. നിന്റെ സങ്കടങ്ങളിൽ നിന്നോട് ചേർത്ത് നിൽക്കാൻ ഞാനുണ്ട്. നിന്റെ സന്തോഷങ്ങൾ നിന്നോടൊപ്പം ആനന്ദിക്കാൻ ഞാനുണ്ട്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടേതായ കൽവരണികളിലേക്ക് ഈശോയുടെ സ്നേഹത്തിൻ്റെ പുതുവീഞ്ഞ് നിറയ്ക്കാൻ, അത് നമ്മുടെ ജീവിതം പുതുവീഞ്ഞ പോലെ മാറ്റപ്പെടേണ്ടതാകാൻ ഇനി ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അനുഗ്രഹത്തിനായി നമുക്ക് അവൻ്റെ മുൻപിൽ അണയാം. ദൈവമേ, നിന്റെ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിന്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളണേ. ദൈവമേ, നിന്റെ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിന്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളണേ. ദൈവമേ, നിന്റെ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിന്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ